ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3:45 ഇച്ചു അതും കൂടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഓടി വന്നിട്ട് സ്കൂളിലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഇനി പറയാൻ തുടങ്ങും. അപ്പോൾ ഇച്ചു ക്ലാസ്സിലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം മുതൽ എക്സാം തുടങ്ങും. അടുത്ത മാസം ലാസ്റ്റ് വരെ എക്സാമാണ്. അതിനിടയിൽ ബ്രേക്കുമുണ്ട്. അപ്പോൾ വൈകുന്നേരം അവർക്കിന്ന് കഴിക്കാനുണ്ടാക്കിയത് അവിൽ കുഴച്ചതാണ്. വെള്ള അവിൽ കുഴച്ചതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വെള്ള അവിൽ എടുത്ത് കുറച്ച് തേങ്ങയും അതിലേക്ക് ചിരകിയിടണം. ബ്രൗൺ നിറമുള്ള അവിലിനേക്കാൾ ഇഷ്ടം ഈ വെള്ള അവിലാണ്. അപ്പോൾ രണ്ടാളും കഴിക്കും. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി അതിലേക്ക് ചിരകിയിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് വെല്ലവും എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി അത് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ചായക്ക് ഇന്ന് ഇതാണ് അവർക്ക് കഴിക്കാനുള്ളത്. പിന്നെ നീർദോശ ഞാൻ ഇന്നുണ്ടാക്കി. നിങ്ങൾക്കെല്ലാം അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കുറച്ച് പച്ചരി കുതിർത്ത് വയ്ക്കുക. കുതിർത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കുക. തേങ്ങയും ഈ പച്ചരിയും കൂടി നന്നായി അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നമുക്ക് നല്ലൊരു ദോശ തന്നെ കിട്ടും. പിന്നെ മീൻ കറിയും നല്ല മത്തി മുളകിട്ടതും കൂടിയായാൽ അടിപൊളി ടേസ്റ്റ്. നമുക്ക് ദോശയും മീൻ കറിയും കൂട്ടി കഴിക്കാം. ഇനിയൊരു നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയാലോ? അതിനായി വെള്ളം ചൂടാക്കി അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് അരി കഴുകിയിട്ട് തിളക്കുകയാണ്. അപ്പോഴാണ് വീഡിയോ ഞാൻ എടുത്തത്. അങ്ങനെ നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നെയ്ച്ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയും കൂടിയായ ഇന്നത്തെ ഭക്ഷണം റെഡിയായിട്ടുണ്ട്. കൂടെ ചിക്കൻ കറി നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ഏട്ടനാണ് ഉണ്ടാക്കിയത്. അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.